കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് എത്ര പീസാണ് വേണ്ടത് വെച്ചാൽ 5 പീസസ് വേണം നമുക്ക്. 2 പീസ് ചെറിയ ബോർഡേഴ്സിനും 2 പീസ് വലിയ ബോർഡേഴ്സിനും പിന്നെ 1 പീസ് ബേസിലും. അതിൽ ആ ചെറിയ ബോർഡറിന് മാത്രം നമ്മൾ എക്സ്ട്രാ നമ്മൾ എടുക്കും. കാരണം അതെന്തിനാന്ന് വെച്ചാൽ അത് നമുക്ക് താഴ്ഭാഗത്തേക്ക് നേരത്തെ നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടി ടോപ്പറിൻ്റെ മേലെ ഒട്ടിച്ചില്ലേ, അത് കൂടുതൽ സൈസാക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് വലിയത് വേണം. അപ്പോൾ നമ്മൾ കട്ടിങ്ങൊക്കെ കറക്റ്റ് വലിയ സൈസിൽ വേണം അതിൻ്റേത് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗത്തേക്ക് കുറച്ച് മതി, രണ്ടാമത്തെ ഭാഗത്തേക്ക് കുറച്ച് തോനെ ഞാൻ എടുക്കുന്നത്. അതിങ്ങനെ വെച്ച് ഫോൾഡ് ചെയ്തിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ കുത്തനെ വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മെഷർമെൻറ്റിൽ ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ 4 സൈഡിലേക്കുള്ളതും ബേസിക്കുള്ളതും ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി ബാലൻസ് ആയിട്ടുള്ള 2 സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺ പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യാം. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനും ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ മേലെ ഈ പാറ്റേൺ പേപ്പേഴ്സ് ഒട്ടിച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ വലിയ സൈഡാണ് എടുക്കുന്നത്. ഈ ഗമ്മ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കറക്റ്റ് സൈസിനുള്ള ഒരു പാറ്റേൺ പേപ്പർ എടുത്ത് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ ഈ പാറ്റേൺ പേപ്പർ ഒട്ടിക്കുമ്പോൾ ഒരു ഹീറ്റായിട്ടുള്ളൊരു ഫീൽ നമുക്ക് വരും. അത് ഈ ഗമ്മിൻ്റെ ഒരു ഇതാണ്. പക്ഷേ നമുക്ക് ഫോം ബോർഡ് ഒട്ടിക്കുമ്പോൾ അത് വരില്ല. കാരണം ഫോം ബോർഡ് കട്ടിയുണ്ട്, ഇത് കട്ടില്ലാത്ത കാരണം നമുക്ക് അത് തൊട്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ആ വലിയ സൈഡിലുള്ള 2 സൈഡിലും ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ബോക്സ് വെച്ച് കട്ട് ചെയ്തതുകൊണ്ട് കറക്റ്റ് സൈസിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. കുറച്ച് 1 ഇഞ്ചൊക്കെയാണ് നമുക്ക്, 1 ഇഞ്ചല്ല 0.5 ഒക്കെയാണ് നമുക്ക് എക്സസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇത് ചെറിയ സൈഡിലും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ടോട്ടലി എല്ലാ ഭാഗത്തും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. എനിക്ക് ഈ ബോക്സ് മേക്കിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോസസ്സാണ് ഇതുപോലെ പാറ്റേൺ പേപ്പർ ഒട്ടിച്ച് അതിൻ്റെ ലാസ്റ്റ് ഔട്ട്ലുക്ക് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ സൈഡിൽ ലാസ്റ്റത്തെ നമ്മൾ ടോപ്പർ കണക്ട് ചെയ്തിട്ടുള്ള ബോർഡറിൽ നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് കൂടുതൽ എക്സസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, കട്ട് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ വേണം നമ്മൾ ബേസിൽ ഒട്ടിച്ചു കൊടുക്കാൻ. ഈ ഫോൾഡ് ചെയ്ത് നിർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധനം ഇതിൻ്റെ മേലെ കണക്റ്റിംഗ് ആണെന്ന് മനസ്സിലാവാത്ത രീതിക്ക് വേണം നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ എന്നുള്ള രീതിക്കാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാവരുത്. കണ്ടോ, കയ്യിൽ ഫ്ലെക്സ് ക്യൂക്ക് ആയപ്പോൾ ഒരു തരം കട്ടിപ്പാണ് നമുക്ക് തോന്നുക. അത്രയും ഡേഞ്ചറാണ്. മാക്സിമം കൈമാക്കാണ്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബേസും കൂടിയും ഒട്ടിച്ചു കൊടുത്താൽ നമ്മളെ ബോക്സ് മേക്കിങ് ഇവിടെ ഉണ്ടാവും. ഇനി ഇത് ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങളൊക്കെ തെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ ഒരു റിബൺ കെട്ടി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഈ ഐറ്റംസ് ഒക്കെ വെച്ചതിന് ശേഷം ലാസ്റ്റ് റിബൺ കെട്ടി കൊടുക്കാറാണ് ചെയ്യാറുള്ളത്. ഞാൻ റിബൺ കെട്ടി കൊടുത്തിട്ടുള്ള ഒരു സെക്ഷൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു. നോർമലി റിബൺ എങ്ങനെയാണ് നമ്മളൊരു ഗിഫ്റ്റുമ്പോൾ റാപ്പ് ചെയ്യുക, അതുപോലെ തന്നെ റാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ചെയ്ത് നോക്കാം. ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഇതിനെ പറ്റിയെങ്കിൽ അത് എൻ്റെ അടുത്ത് ക്ലിയർ ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യുക. അപ്പം നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബോക്സ് മേക്കിങ്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഔട്ട്പുട്ട് വരുന്നത്. ലാസ്റ്റ് ഔട്ട്പുട്ടാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി ഓരോരുത്തർ ചെയ്ത ഫോട്ടോസ് നമുക്ക് അയച്ചു തരാം. ഇങ്ങനെയാണ് ഓപ്പണിംഗ് വ്യൂ വരുന്നത് ആൻഡ് ക്ലോസിംഗ് വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ താങ്ക്